കണ്ണൂർ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ കോൺക്രീറ്റ് കമ്പികൾ പുറത്ത്. ടാറും കോൺക്രീറ്റും ഇളകിയതോടെ നിരവധി കുഴികളും രൂപപ്പെട്ടു. പാലത്തിൽ അപകടങ്ങളും പതിവാണ്. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലേക്ക് സ്വാഗതം. കുഴിയിൽ വീഴാതെ പാലത്തിലൂടെ വളഞ്ഞും തിരിഞ്ഞുമുള്ള യാത്ര. നടുഭാഗത്തേക്ക് എത്തിയാൽ പാലം രണ്ടായി മുറിച്ചതുപോലെ കുറുകെ വലിയൊരു വിള്ളൽ. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ 2 സ്ലാബുകൾക്കിടയിലെ എക്സ്പാൻഷൻ ജോയിന്റും തകർന്നു. പാലത്തിന് കുറുകെ സ്ഥാപിച്ച കമ്പിയാണിത്. കോൺക്രീറ്റും ടാറും തകർന്നു എന്ന് മാത്രമല്ല, കമ്പിയും പൊട്ടിയ അവസ്ഥയിലാണ് പതിയിരിക്കുന്നത്. വലിയ അപകടം. വലിയ വാഹനങ്ങൾ പോകുമ്പോഴുണ്ടാവുന്ന കുലുക്കവും പേടിപ്പെടുത്തുന്നു. കാരണം ഇത് എത്ര നാളെ ഇവരൊന്നും ചെയ്യുന്നുമില്ല. പ്രഗ്നന്റ് ആയ ആൾക്കാർക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുഴിയുടെ വലിപ്പം നോക്കി നിങ്ങൾ പറയാണ്ടിരിക്കാൻ വയ്യ. സത്യം, ഗർത്തം പോലെ നിരവധി കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. അപകടങ്ങളും തുടർക്കഥയാണ്. ജനാധിപത്യം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് ഈ റോഡിന്റെ കാരണക്കാർ. ഇതിന് കുറ്റം ആരോടാ പറയേണ്ടത്? നമ്മളിപ്പോഴത്തെ വണ്ടി എടുത്ത ടയർ പൊട്ടും പിടിക്കും. 30 ഉറുപ്പിക കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. ഭയങ്കര റിപ്പയറിംഗ് അത്. KSTP റോഡിലെ പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് പഠിച്ച് പരിഹരിച്ചാൽ മാത്രം പാലം ഏറ്റെടുക്കാമെന്ന നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പ്. കുഴികളിൽ പെടാതെ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യാൻ ഒരല്പം കഴിവ് വേണം. അതില്ലാത്തവർ കുറച്ച് കഷ്ടപ്പെടും. എത്ര കാലം കഷ്ടപ്പെടുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ്. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.